ആരോടും പറയാത്തൊരു പ്രണയം. രചന റഹ്മാൻ ചെറുകുന്ന്. മേശപ്പുറത്തിരിക്കുന്ന പേപ്പറിൽ പേന കൊണ്ട് ചുമ്മാ എന്തൊക്കെയോ വരച്ചു കൂട്ടി. ഒരു പ്രണയ കഥ എഴുതണം. അതിന്റെ പ്രയത്നത്തിലാണ്. എത്ര ചിന്തിച്ചിട്ട് എൻ്റെ മനസ്സിനെ പ്രണയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം അങ്ങനെ ഒരു പ്രണയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. ആരോടൊക്കെയോ പ്രണയം തോന്നിയിട്ടുമുണ്ട്. പക്ഷെ ആരോടും തുറന്നു പറഞ്ഞില്ല. പേടിയും അപകർഷതാബോധവും തന്നെ അതിന്റെ കാരണം. കുറെ ചിന്തിച്ചിരുന്നു. എന്തായാലും ഒരു പ്രണയകഥ എഴുതണം. എൻ്റെ ഓർമ്മകളുടെ താളുകൾ ഞാൻ പിന്നോട്ട് മറിച്ചു നോക്കി. അവസാനം 2002 എത്തിയപ്പോൾ കിട്ടി എൻ്റെ ജീവിതത്തിൽ തോന്നിയ ഒരു പ്രണയം. ആരോടും പറയാത്തൊരു പ്രണയം. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഒരു മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം. ഞങ്ങളുടെ ഷോപ്പിന്റെ അടുത്തായി സ്കൂളും 2-3 പ്രൈവറ്റ് കോളേജുകളുമുണ്ട്. വൈകുന്നേരമായാൽ റോഡ് മുഴുവൻ സ്കൂൾ കുട്ടികളെയും കോളേജ് പിള്ളേരെയും കൊണ്ട് നിറയും. പിന്നെ ആകെ ഒരു ബഹളമാണ്. ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത് ജൂൺ മാസം. പുതിയ അഡ്മിഷൻ തുടങ്ങി ഒരുപാട് പുതിയ കുട്ടികൾ. ആകെ കൂടി വർണ്ണശലഭമായ ഒരു വൈകുന്നേരം. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഫൈസി, അവനൊരു കുട്ടിയെ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിൽ നോക്കി അവൻ നോക്കുന്ന പെണ്ണിനെ എനിക്ക് കാണിച്ചു തരികയായിരുന്നു. എൻ്റെ കണ്ണ് സ്പർശിച്ചത് അവളുടെ കൂടെയുള്ള ചിരിച്ചുകൊണ്ട് സംസാരിച്ചിരിക്കുന്ന അവളുടെ കൂട്ടുകാരിയുടെ മുഖത്തായിരുന്നു. ബസ് വന്ന് അവൾ കയറിപ്പോയിട്ട് ഞാൻ അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഫൈസൽ എന്നെ തട്ടിയപ്പോഴാണ് ഞാൻ ആ സ്വപ്ന ലോകത്ത് നിന്നും ഉണർന്നത്. അവൻ ചോദിച്ചു, എന്തു പറ്റി? ഞാനൊന്നും പറഞ്ഞില്ല. എൻ്റെ മനസ്സിൽ നിന്നും അവളുടെ മുഖം മായുന്നേയില്ല. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും എൻ്റെ മനസ്സ് മുഴുവൻ അവളായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങൾ വല്ലാത്തൊരു മൂഡായിരുന്നു. രാവിലെ എഴുന്നേൽക്കാനും ജോലിക്ക് പോകാനും. ഞാൻ ഫൈസിയോട് എനിക്ക് തോന്നിയ ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞു. കൊച്ചു കൊള്ളാലോ. അവൻ എന്നെ കളിയാക്കി. ഉച്ചയ്ക്ക് ശേഷമാണ് അവൾക്ക് ക്ലാസ്. ബസ് ഇറങ്ങിയാൽ ഞങ്ങളുടെ ഷോപ്പിന്റെ മുന്നിലൂടെ നടന്നു നീങ്ങുന്നത് കാണാൻ ഞാനും ഫൈസിയും സമയം നോക്കിയിരിക്കും. ചില സമയങ്ങളിൽ ഷോപ്പിൽ കസ്റ്റമർ ഉണ്ടെങ്കിലും ഞാൻ പുറത്തു നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അവളെ നോക്കിയിരിക്കുമ്പോൾ അവർ രണ്ടുപേരും ഷോപ്പിലേക്ക് വന്നു. ഞാനും ഫൈസിയും തരിച്ചു നിന്നു. അവൾ ബാഗിൽ നിന്നൊരു ഗുളികയുടെ സ്ട്രിപ്പ് എടുത്ത് കാണിച്ചിട്ട്, ഈ ഗുളിക ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാനത് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് പ്രഷറിനുള്ള ഗുളികയായിരുന്നു. ഫൈസി ഗുളിക എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ബില്ല് എഴുതുമ്പോൾ എൻ്റെ കൈ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ ബില്ല് എഴുതി അവൾക്ക് കൊടുത്തു. കാശ് തിന്ന് ബില്ലും ഗുളികയും വാങ്ങി അവൾ നടന്നു നീങ്ങി. എൻ്റെ കണ്ണിൽ നിന്നും മറയുന്നത് വരെ അവളെ നോക്കി ഞാൻ നിന്നു. എൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. ഫൈസി എന്നെ ചൂടാക്കാൻ പറഞ്ഞു. നിന്നെ കാണാൻ ഉമ്മാന്റെ ഗുളികയുടെ സ്ട്രിപ്പുമായി വന്നതാണ്. ദിവസങ്ങൾ ഒരുപാട് കടന്നുപോയി. ക്ലാസ്സിന് പോകുമ്പോഴും ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴും അവളെ നോക്കിയുള്ള ഇരുത്തവും. ഒരു കോണിൽ നിന്ന് നോക്കിയാൽ ബസ് സ്റ്റോപ്പിൽ അവൾ നിൽക്കുന്നത് നമ്മുടെ ഷോപ്പിന്റെ ഗ്ലാസ്സിലൂടെ കാണാം. ഞാൻ മാറി നിന്ന് അവൾ എന്നെ നോക്കുന്നുണ്ടോ എന്ന് നോക്കും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അവൾ നേരെ ഷോപ്പിലേക്ക് വന്നു. ഒരു പ്രിസ്ക്രിപ്ഷനുമായിട്ടാണ് വന്നത്. ഒരു കുട്ടിയുടെയാണത്. ഞാൻ ഒറ്റയ്ക്കേ ഷോപ്പിലുണ്ടായിരുന്നുള്ളൂ. ഫൈസി പള്ളിയിൽ പോയിരുന്നു. മരുന്നെടുത്തു ബില്ല് എഴുതുമ്പോഴുള്ള കൈവിറ മാറിയില്ല. മരുന്ന് കൊടുക്കുന്ന രീതി പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾ എൻ്റെ കണ്ണിൽ നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ പറയുന്നത് അവൾ കേട്ട് കാണില്ല. ഫൈസി വന്നപ്പോൾ അവനോട് അവർ വന്നത് പറഞ്ഞു. അവൻ ബസ് സ്റ്റോപ്പിൽ അവരെ തിരിഞ്ഞപ്പോഴേക്കും അവർ പോയിരുന്നു. ഞാൻ ചുമ്മാ ഓരോന്ന് ഓർത്തിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നത്, നമ്മൾ രണ്ടാളും അവരെ നോക്കുമ്പോൾ ആരെയാ നോക്കുന്നതെന്ന് എങ്ങനെ മനസ്സിലാകും? ഓ, അതൊക്കെ മനസ്സിലാകും. ഞാൻ തന്നെ മനസ്സിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് സ്വയം സമാധാനിച്ചു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ദുബായിൽ പോകാനുള്ള വിസ വന്നു. അമ്മാവനാണ് ശരിയാക്കി തന്നത്. പെട്ടെന്നുള്ള പോക്ക് മനസ്സിൽ വല്ലാതെ വിഷമമുണ്ടാക്കി.
ദുബായിലെത്തിയ ആദ്യമൊക്കെ മനസ്സിൽ മുഴുവൻ നാടായിരുന്നു. മെല്ലെ മെല്ലെ ജോലിയും തിരക്കുമായപ്പോൾ എല്ലാം പതുക്കെ മറന്നു. എന്നാലും ചില നേരങ്ങളിൽ അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ നിറയും. ദിവസങ്ങളും മാസങ്ങളും വളരെ വേഗത്തിൽ കടന്നുപോയി. ദുബായുമായി ശരിക്കും പൊരുത്തപ്പെട്ടു. 2 വർഷമായപ്പോൾ ലീവിന് നാട്ടിൽ പോയി. സ്വന്തം നാട്ടിലെത്തുമ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പച്ചപ്പ് നിറഞ്ഞ നാടിന്റെ ഭംഗി കണ്ണിനും മനസ്സിനും കുളിർമ നൽകി. വീട്ടുകാരും നാട്ടുകാരുമായി അവധിക്കാലം ആസ്വദിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഒരു സ്ഥലം വരെ പോയി ബസ്സിൽ തിരിച്ചു വരികയായിരുന്നു. ബസ്സിൽ വെച്ച ഗാനം എന്റെ മനസ്സിനെ പല ഓർമ്മകളിലേക്കും കൊണ്ടുപോയി. ബസ് മെഡിക്കൽ ഷോപ്പിന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ എത്താറായപ്പോഴാണ് അവളുടെ ഓർമ്മ പിന്നെയും വന്നത്. ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ ആൾക്കൂട്ടത്തിൽ ഞാൻ അവളെ തിരഞ്ഞു. കണ്ടില്ല. ബസ് അവിടെ നിന്ന് വിട്ടപ്പോഴാണ് എന്റെ കണ്ണിൽ നിഴൽ പോലെ അവളെ കണ്ടത്. ഇനി തോന്നിയതാണോ? ലീവ് കഴിഞ്ഞ് തിരിച്ച് ദുബായിലെത്തി. ജോലികൾ പലതും മാറിക്കൊണ്ടിരുന്നു. വർഷങ്ങൾ പലതും കഴിഞ്ഞു. വെക്കേഷന് നാട്ടിൽ പോകാൻ തീരുമാനിച്ചപ്പോൾ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരേ നിർബന്ധം. ഇപ്രാവശ്യം വന്നാൽ കല്യാണം നടത്തണം. ഞാനാണെങ്കിൽ കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. പിന്നെ അവർ പറഞ്ഞതിന് ശേഷം എന്റെ മനസ്സിൽ കല്യാണം എന്ന മോഹം വന്നു. 1 മാസത്തെ ലീവിന് പോയാൽ പെണ്ണ് കാണലും കല്യാണവും ഒന്നും നടക്കില്ല. അതുകൊണ്ട് അവരോട് തന്നെ പെണ്ണ് കണ്ടുവയ്ക്കാൻ പറഞ്ഞു. 2-3 ആലോചന ശരിയാവാതെ പോയി. ഒരു ദിവസം ഉമ്മാനെ വിളിച്ചപ്പോൾ ഒരാലോചനയെക്കുറിച്ച് പറഞ്ഞു. ഉപ്പാനെ അറിയുന്ന ആരോ പറഞ്ഞതാണ്. നിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അവർക്ക്, ഇഷ്ടായിന്ന്. നാളെ ഞാനും ഉപ്പയും പോയി നേരിട്ട് കാണാമെന്ന് പറഞ്ഞു. പിറ്റേന്ന് ഉമ്മ വിളിച്ചു. അവരെ കണ്ട് ഇഷ്ടായിന്ന്. നല്ല ആൾക്കാരാണ്. അവരുടെ ഒരു കുടുംബക്കാരൻ ദുബായിലുണ്ട്. നിന്നെ വിളിക്കും. അവളുടെ ഫോട്ടോയും അവർ നിനക്ക് തരുമെന്ന് പറഞ്ഞു. അയാളന്ന് വൈകുന്നേരം എന്നെ വിളിച്ചു. രാത്രി റൂമിന്റെ അടുത്ത് വരാമെന്ന് പറഞ്ഞു. ജോലി കഴിഞ്ഞ് വന്ന് പെട്ടെന്ന് റെഡിയായി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ ഫോൺ വന്നു. നമ്മുടെ റൂമിന്റെ അടുത്തുള്ള പള്ളിയിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോയി. അയാളെ കണ്ടു. കുറച്ചു നേരം സംസാരിച്ചിരുന്നു. ഒരു കവർ തന്ന് അതിലൊരു CD ആയിരുന്നു. ഫോട്ടോ അതിലുണ്ടെന്ന് പറഞ്ഞു. റൂമിലെത്തി കമ്പ്യൂട്ടർ ഓണാക്കി CD അതിലിട്ടു. ഫോട്ടോ ഓപ്പണാക്കി. ശരിക്കും മനസ്സിൽ എട്ടുകുട്ടി. എവിടെയോ കണ്ട് പരിചയമുള്ള പോലെ. ശരിക്കും നോക്കി. ഇതവൾ തന്നെ. ഞാൻ മെഡിക്കൽസിൽ നിന്നും കാണാറുള്ള ആ കുട്ടി. എന്റെ മനസ്സിലെ സന്തോഷം ഇരട്ടിയായി. പെട്ടെന്ന് ഉമ്മാനെ വിളിച്ചു. അവർ വന്ന വിവരമൊക്കെ പറഞ്ഞു. ഫോട്ടോ കണ്ടോ, ഇഷ്ടായോ എന്ന് ഉമ്മ ചോദിച്ചു. ആ, എനിക്കിഷ്ടായി എന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച തന്നെ പെണ്ണ് കാണൽ ചടങ്ങായിരുന്നു. ഉമ്മയും ഉപ്പയും കുറച്ച് കുടുംബക്കാരൊക്കെ പോയി പെണ്ണിനൊരു മോതിരം ഇട്ട് കൊടുത്തു. പിറ്റേന്ന് രാവിലെ അവളുടെ ഉപ്പ എന്റെ മൊബൈലിൽ വിളിച്ച് സംസാരിച്ചു. പിന്നെ അവളോട് സംസാരിക്കാൻ ഫോൺ അവളുടെ കയ്യിൽ കൊടുത്തു. അധികം ഒന്നും സംസാരിച്ചില്ല. പിറ്റേന്ന് പെങ്ങൾ അവളുടെ നമ്പർ സംഘടിപ്പിച്ചു തന്നു. പിന്നെ വിളി തുടങ്ങി. ആദ്യം അധികം ഒന്നും സംസാരിക്കാറില്ലെങ്കിലും പിന്നെ ഫുൾ ടൈം ഫോണിൽ തന്നെയായി. കല്യാണത്തിന്റെ ഒരാഴ്ച മുന്നേ ഞാൻ നാട്ടിലെത്തി. അടുത്ത ദിവസം രാവിലെ അവളെ കാണാൻ പോയി. ഫോണിലൂടെ ഒരുപാട് നേരം സംസാരിക്കാറുണ്ടെങ്കിലും ആദ്യം കാണുമ്പോഴുള്ള ചെറിയ ചമ്മലുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞു. ജീവിതം കറക്കവും മറ്റുമായി മുന്നോട്ടു പോയി. ഞാൻ അവളിൽ നിന്നും ഞാൻ അന്ന് അവളെ നോക്കിയത് അറിഞ്ഞിരുന്നോ എന്നറിയാൻ പല നമ്പർ ഇറക്കി നോക്കി. അവൾ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. എനിക്ക് മനസ്സിലായി, നമ്മൾ അന്ന് നോക്കിയത് അവൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അവൾ നോക്കിയത് ഫൈസിയെ ആയിരിക്കും. അങ്ങനെ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ നിന്നും മായ്ച്ചു കളഞ്ഞു. ദിവസങ്ങൾ പെട്ടെന്ന് കടന്നുപോയി. ലീവ് തീരാൻ ഇനി ദിവസങ്ങൾ മാത്രം. തിരിച്ചു പോകേണ്ടതിന്റെ തലേന്ന് ഞാൻ എന്റെ പാസ്പോർട്ട് എടുക്കാൻ കബേർഡ് തുറന്നപ്പോൾ അവിടെ ഒരു ഡയറി ഉണ്ട്. ഞാനത് എടുത്തു മറിച്ചു നോക്കി. മറിക്കുന്നിടത്ത് ഒരു ചെറിയ പേപ്പർ മടക്കി വെച്ചിരിക്കുന്നത് കണ്ടു. അത് ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതൊരു ബില്ലായിരുന്നു. അതിൽ ലവിന്റെ ഒരു ചിഹ്നം വരച്ചിരിക്കുന്നു. അത് ഞാൻ അന്ന് കൊടുത്ത ബില്ലായിരുന്നു. ആ പേജിൽ എഴുതിയത് വായിക്കാൻ തുടങ്ങുമ്പോൾ അവൾ പെട്ടെന്ന് റൂമിലേക്ക് കടന്നു വന്നു. എന്റെ അടുത്തെത്തിയപ്പോൾ എന്റെ കയ്യിൽ ഡയറി കണ്ടു അവൾ.
നമ്മൾ രണ്ടുപേരും പരസ്പരം കണ്ണും നോക്കി. അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി. അവൾ എൻ്റെ ദേഹത്തോട്ട് ചാരി നിന്നു കവിളിൽ ഒരു ഉമ്മ തന്നു. ഞാൻ സന്തോഷം കൊണ്ട് അവളെ വാരിപ്പുണർന്നു.